പരിശുദ്ധ ഇസ്ലാം മനുഷ്യരുടെ ആത്മീയ വളർച്ചയും ആത്മീയമായ ഉയർച്ചയ്ക്കും എങ്ങനെ പ്രാധാന്യം കൽപ്പിക്കുന്നുവോ അതുപോലെ തന്നെ ഭൗതികമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ്. ഒന്നെടുത്ത് മറ്റൊന്നിനെ ഒഴിവാക്കുക, ഒന്നെങ്കിൽ അത് ലിബറലിസം അല്ലെങ്കിൽ സൂഫിസം, ഇത് രണ്ടും ഇസ്ലാം നിരാകരിക്കുന്ന അംഗീകരിക്കാത്ത കാര്യമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി അദ്ദേഹം കേട്ടു, ഇദാ തബായഅതും ബിൽ ഈന, നിങ്ങൾ ഈനത്ത് കച്ചവടം നടത്തുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ചതിയും പൂഴ്ത്തിവെപ്പും അളത്തത്തിലും തൂക്കത്തിലും കുറവുകളും ഈ രീതിയിൽ മനുഷ്യരെ ഉപഭോക്താക്കളെ വഞ്ചിച്ചുകൊണ്ടുള്ള കച്ചവടമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾ സമ്പാദ്യം നേടിയെടുക്കുന്നതെങ്കിൽ, പശുവിന്റെ വായിൽ പിടിച്ചു തൂങ്ങി ഭൗതിക സമ്പാദ്യങ്ങൾ മാത്രം നിങ്ങൾ ആഗ്രഹിക്കുകയും കൃഷിയിൽ മാത്രം നിങ്ങൾ തൃപ്തിപ്പെടുകയും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സമരത്തെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്ത്, അങ്ങനെ നിങ്ങൾ കേവലം ഭൗതികമായ ഒരു നേട്ടത്തിനും താല്പര്യത്തിനും വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതം ഒഴിവാക്കി വെച്ചതെങ്കിൽ നിങ്ങൾക്ക് അധപ്പതനം അല്ലാഹു തആല ചാർത്തിത്തരും എന്നതാണ് റസൂൽ പറയുന്നത്. ജീവിതം കേവലം ഭൗതികതയ്ക്ക് വേണ്ടി മാത്രമാണ് നീക്കി വെച്ചതെങ്കിൽ അല്ലാഹു തആല അവൻ അധപ്പതിപ്പിച്ച് കളയും. എത്രത്തോളം നിങ്ങൾ മതത്തിലേക്ക് തിരിച്ചു വരുന്നത് വരെ, മതത്തിന്റെ മൂല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് തിരിച്ചെടുക്കുന്നത് വരെ നിങ്ങൾക്ക് അധപ്പതനം തന്നെയായിരിക്കും എന്നാണ് റസൂൽ പറഞ്ഞത്. കേവലം ജീവിതം ഭൗതികതയ്ക്ക് വേണ്ടി, ദുനിയാവിന് വേണ്ടിയിട്ട് മാത്രം വിനിയോഗിക്കരുത് എന്നതാണ് അല്ലാഹു പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ അതേ അല്ലാഹു തആല തന്നെ ഫഇദാ ഖുലിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, നിങ്ങൾ നമസ്കാരം നിർവഹിച്ചാൽ, ജുമാ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പള്ളിയിൽ തന്നെ ചടഞ്ഞിരിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ ഇറങ്ങി പോയിക്കൊള്ളണം. എന്നിട്ട് നിങ്ങളെ അല്ലാഹു തആല ഭൂമിയിൽ സംവിധാനിച്ചു വെച്ച അവന്റെ ഫദ്ലുകള്, ഔദാര്യങ്ങള്, എന്താണോ നിങ്ങൾക്കുള്ള ജോലികൾ, ആ ഡ്യൂട്ടിയിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളണം എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. മാത്രവുമല്ല, അഹ്ലുൽ കിതാബുകാരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനിക്കും, കിതാബിന്റെ ആൾക്കാരെ, ജൂത ക്രൈസ്തവരെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളെ മതത്തിൽ അതിരുവിട്ട് കടന്നു കളയരുത്, വല്ലാതെ മതം സ്പിരിറ്റാക്കി വിടരുത്. നമസ്കാരം തന്നെ, നോമ്പ് തന്നെ, പള്ളിയിൽ തന്നെ, ആ രീതിയല്ല, മറിച്ച് ഭൗതികതയും വേണം, പരലോകവും വേണം, രണ്ടിനു വേണ്ടിയുള്ള പരിശ്രമമായിരിക്കണം നിങ്ങൾ നടത്തേണ്ടത്. ഇത് കർമ്മങ്ങളിലും ആരാധനകളിലും മാത്രമല്ല അല്ലാഹു തആല പറഞ്ഞത്. എത്രത്തോളം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വരെ, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ വരെ രണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ചോദിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ്, അദ്ദേഹം ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന ഖൗമുൻ മിനൽ അറാബി യജീഊന ഇലൽ വുഖൂഫ്, ചില ഗ്രാമീണന്മാരായ അറബികൾ അറഫയിൽ വന്നുകൊണ്ട് അവരിങ്ങനെ പറയും, അല്ലാഹുമ്മ ജിഅൽ ആമ ഐഫിൻ വഗാമ ഹസ്ബിൻ വഗാമ വലദിൻ ഹസനിൻ, അല്ലാഹുവേ
ഞങ്ങളുടെ ഈ വർഷം നല്ല അനുഗ്രഹമുള്ള കൊല്ലമാക്കി തരണേ എന്നവർ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കുള്ള ഈ വർഷം വിളവുകൾ ധാരാളമായി കൊണ്ട് ലഭിക്കുന്ന വർഷമാക്കി തരണേ എന്നവർ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നല്ല മക്കളുണ്ടാകുന്ന വർഷമാക്കി തരണേ എന്നവർ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയെ പറ്റിയാണ് അല്ലാഹു തആല പറയുന്നത്, ഞങ്ങൾക്ക് ദുനിയാവിലെ ഹസനത്തുകൾ നന്മകൾ തരണേ എന്ന് പറയുന്ന ചില മനുഷ്യന്മാർ, അവർക്ക് പരലോകത്ത് ഒരു ഓഹരിയും അല്ലാഹു കണക്കാക്കി വെക്കുന്നില്ല. എന്നാൽ അതിനെ തിരുത്തിക്കൊണ്ട് അല്ലാഹു തആല പറയാണ്, ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് രണ്ട് ലോകത്തും ഹസനത്തുകൾ നീ നൽകണേ എന്ന് പറയുന്നവർ. എന്നിട്ട് നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്നവർ പ്രാർത്ഥിക്കുന്നു. അവരെ പറ്റിയിട്ട് അല്ലാഹു തആല പറയുന്നത്, ഉലൈക ലഹും നസീബും മിമ്മാ കസബു, അവരെന്താണോ അധ്വാനിക്കുന്നത് അതിന്റെ പ്രതിഫലം അവർക്കുണ്ട് എന്ന്. രണ്ട് ലോകത്തേക്കും അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങണം. രണ്ട് ലോകത്തേക്കുമുള്ള പരിശ്രമങ്ങളും സമ്പാദ്യങ്ങളും മനുഷ്യരുണ്ടാക്കി വെക്കണം എന്നതാണ് അല്ലാഹു തആല പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ നോക്ക്, ആത്മീയ വളർച്ചയുടെ പ്രാധാന്യ സ്രോതസ്സാണ് അഅ്മാലു സ്വാലിഹാത്ത്. അതുപോലെ തന്നെ ഭൗതിക വളർച്ചയുടെ പ്രധാന സ്രോതസ്സാണ് സമ്പത്ത്. സമ്പത്തിനെ പറ്റിയിട്ട് അല്ലാഹു തആല പറയുന്നത്, സമ്പത്തിനെ നിങ്ങൾക്ക് നിലനിൽപ്പായിട്ടാണ് അല്ലാഹു തആല നൽകിയത്. ഒരു രാജ്യത്തിന്റെ ഭദ്രത, ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ്, ആ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉണ്ടാവുക എന്നതാണ്. ഒരു നാട്ടിന്റെ നിലനിൽപ്പ് അങ്ങനെയാണ്, ഒരു വ്യക്തിയുടെ നിലനിൽപ്പ് അങ്ങനെയാണ്, ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പ് അങ്ങനെയാണ്. അതിന്റെ മനുഷ്യരുടെ നിലനിൽപ്പാണത്. അത് നിങ്ങൾ ഉണ്ടാക്കണം, നേടിയെടുക്കണം. അതിന് അനുവദനീയമായ എമ്പാടും മാർഗങ്ങൾ അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. കച്ചവടം അതിന്റെ ഒരു മാർഗമാണ്, കൃഷി വേറൊരു മാർഗമാണ്, കൂലിപ്പണി മറ്റൊരു മാർഗമാണ്, വ്യവസായം വേറെ ഒരു മാർഗമാണ്. ഇങ്ങനെ സമ്പത്ത് ആർജിച്ചെടുക്കാൻ ഒരുപാട് മാർഗങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കൂടി നമ്മൾ കണ്ണോടിക്കുമ്പോൾ അല്ലാഹു തആല പറഞ്ഞു തരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഖുർആനില് 57-ാമത്തെ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേരെന്താ അറിയോ നിങ്ങള്? ആധുനിക നാഗരികതയുടെ നട്ടെൽ എന്നറിയപ്പെടുന്ന ഇരുമ്പ്. ആ ഇരുമ്പിന്റെ പേരാണ് ഹദീദ് എന്ന പേരിലാണ് ആ സൂറത്ത് അറിയപ്പെടുന്നത്. മാത്രമല്ല, ആ സൂറത്തിൽ അല്ലാഹു തആല ഹദീദിനെ സംബന്ധിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദു വമനാഫിഉ ലിന്നാസ്. ആകാശത്തു നിന്ന് നാം ഹദീദിനെ ഇറക്കി. നമുക്കറിയാം, ശാസ്ത്രം ഹദീദിനെ സംബന്ധിച്ച് പറയുന്നത്, ഒരു നക്ഷത്ര വിസ്ഫോടനം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് ഉൽക്കകൾ വഴിയാണത് ഹദീദ് ഭൂമിയിലേക്ക് എത്തിയത്, ഇരുമ്പ് ഭൂമിയിലേക്ക് എത്തിയത് ശാസ്ത്രം പറയുമ്പോൾ. ഞാൻ ആ ഭാഗത്തേക്കല്ല. അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് ഹദീദിനെ നാം ഇറക്കി തന്നു. ഫീഹി ബഅസുൻ ശദീദ്, അതിൽ അയോധന ശക്തിയുണ്ട്. ആയുധങ്ങൾ ഉണ്ടാക്കാൻ സ്കഡ് മിസൈലുകളും അതിനേക്കാൾ ഉയർന്ന മിസൈലുകൾ മുതൽ നമ്മുടെ അടുക്കളയിലുള്ള കൊടുവാള് വരെ അതിന്റെ സാന്നിധ്യം ഇരുമ്പാണ് എന്ന് അല്ലാഹു തആല പറയുന്നതാണ്. വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരമുള്ള സാധനമാണ് ഇരുമ്പ്. ഇനി നിങ്ങൾക്ക് ഇരുമ്പിന്റെ ഫാക്ടറി നടത്തിയ ഒരു പ്രവാചകനെ പറ്റി ഖുർആനിൽ പറയുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ? അത് ഇരുമ്പ് ഉരുക്കിയിട്ട് ഇരുമ്പുരുക്കുക മാത്രമല്ല, മാവ് പോലെ അതിനെ കീഴ്പ്പെടുത്തിയ ഒരു പ്രവാചകൻ, എന്നിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കി ഉപകരണങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രവാചകനെ പറ്റി എന്തിനാണ് ഖുർആൻ പറയുന്നത്? സൂറത്ത് സബയിന്റെ 10-11 ആയത്തുകൾ നിങ്ങൾ വായിച്ചു നോക്ക്. വഅലന്നാ ലഹുൽ ഹദീദ്, ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഇരുമ്പിനെ നാം മയപ്പെടുത്തി കൊടുത്തു. അത് പറഞ്ഞ് അവസാനിച്ചില്ല. പൂർണ്ണ വലിപ്പത്തിലുള്ള കവചങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കണ്ണികളിൽ ശരിയായ രീതിയിൽ അളവിലത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ അല്ലാഹു തആല ഉരുക്കാനുള്ള ഒരു ഫാക്ടറി സംവിധാനം അല്ലാഹു തആല ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഉണ്ടാക്കി കൊടുത്തത്. ഇങ്ങനെ വ്യവസായ രംഗത്ത് മനുഷ്യന് പ്രചോദനം നൽകുന്ന ഒരുപാട് സംഭവങ്ങൾ അല്ലാഹു തആല പറയുമ്പോൾ, രാജ്യത്തിന്റെയും നാട്ടിന്റെയും വ്യവസായമാണ്, സാമ്പത്തിക ഭദ്രതയാണ് അല്ലാഹു തആല നമുക്കത് കൂടി പഠിപ്പിച്ചു തരുന്നത്.
ആഴക്കടലിലുള്ള രത്നം മനുഷ്യന്റെ വരുമാന മാർഗമാണെന്ന് അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. കടലിൽ കൂടി സഞ്ചരിക്കുന്ന കപ്പൽ അത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണ് അല്ലാഹു തആല പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ കപ്പൽ മാർഗമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളത് അതിന്റെ ആ വാക്കിന്റെ വില മനസ്സിലാക്കിയത് ഹോർമൂസ് കടലിടക്ക് അടച്ചപ്പോഴാണ്. ഒരു രാജ്യത്തിന്റെ ഭക്ഷണ വസ്തുക്കളും മറ്റും ഇന്ധനങ്ങളും ഗ്യാസുകളും ഒക്കെ മറ്റൊരു രാജ്യത്തേക്ക് കടത്തണമെങ്കിൽ അത് കപ്പൽ മാർഗമാണ്. അല്ലാഹു തആല പറഞ്ഞ ബിമായം ഫഉന്നാസ്, സാമ്പത്തിക വളർച്ചയ്ക്ക് നിരവധി മാർഗങ്ങൾ അല്ലാഹു തആല പറഞ്ഞു തരുന്നുണ്ട്. അത് മനുഷ്യന് കീഴ്പ്പെടുത്തി തന്ന പടച്ചവൻ, അതിനുള്ള സംവിധാനങ്ങളും മാർഗങ്ങളും കീഴ്പ്പെടുത്തി തന്ന പടച്ചവൻ ഒരു 4-5 ഉപദേശങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ആ ഉപദേശം നമ്മൾ കൃത്യമായി മനസ്സിൽ സേവ് ചെയ്ത് വെക്കണം. അല്ലാഹു തആല പറയുന്നു, വലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഇങ്ങനെ നിങ്ങൾ ആർജിച്ചെടുത്ത് ഈ ദുനിയാവിലെ പളപളപ്പിന്റെ ആർഭാടങ്ങളെ നിങ്ങൾ കാണുമ്പോഴേ അതിൽ നിങ്ങൾ വഞ്ചിതരായി പോകരുത് എന്ന്. രണ്ടാമത് നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സമ്പത്ത്, ആ സമ്പത്ത് കൊണ്ട് നിങ്ങൾ ആഖിറത്തിനെ നേടിയെടുക്കാനുള്ള ശ്രമം നടത്തണം. വെറും ഭൗതികമായി പോകരുത് ആ സമ്പത്ത് കൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിലും നിനക്ക് ദുനിയാവിൽ ഒരു അവകാശമുണ്ട്, ഒരു ഓഹരിയുണ്ട്. ആ ഓഹരിയും മറന്നു കളയരുത്. നമുക്കറിയാമല്ലോ, നമ്മുടെ സ്വത്തിന്റെ 1/3 വസിയത്ത് ചെയ്യാൻ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. വസിയത്ത് ചെയ്യണമെങ്കിൽ അത് 1/3 അപ്പുറത്തേക്ക് പാടില്ല. കാരണം ഇവിടെ മക്കൾക്ക് ചില അവകാശങ്ങളും ഓഹരികളുമുണ്ട്. അത് നഷ്ടപ്പെടുത്തിക്കളയാൻ പാടില്ല. അവകാശികൾക്കുള്ള ഓഹരി നഷ്ടപ്പെടുത്തിക്കളയാൻ പാടില്ല. അതുപോലെ നമ്മൾ സ്വന്തം ചില ഓഹരികളുണ്ട്, അതും നമ്മൾ മറന്നു കളയാൻ പാടില്ല. അതുപോലെ തന്നെ അല്ലാഹു നിന്നോട് മാന്യമായി ഇടപെട്ട പോലെ നീ ജനങ്ങളോടും മാന്യമായി ഇടപെടേണ്ടതുണ്ട്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല എന്നുകൂടി. സമ്പത്തുണ്ടാകുമ്പോൾ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കണം. അതിന്റെ അഹങ്കാരത്തിലും അതിൻ്റെതായിരിക്കുന്ന പുങ്കിലും പലതും തോന്നിപ്പോകും. ഒരിക്കലും അതുണ്ടാകാൻ പാടില്ല എന്ന് അല്ലാഹു